ഞാനിങ്ങനെ ഒരു പെൻസിൽ മേടിക്കാനായിട്ട് ആമസോണിൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു പെൻസിൽ എൻ്റെ കണ്ണിൽ പെട്ടത്. ലൂമോഗ്രാഫിൻ്റെ ബ്ലാക്ക് പെൻസിൽ. അപ്പോൾ ഞാൻ അതുവരെ യൂസ് ചെയ്ത പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൻസിലാണ്, ആർട്ട്ലൈൻ്റെ ഒരു സാധാ പെൻസിൽ. ഇനി ഏകദേശം 80 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഈ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ വരച്ചുകൊണ്ടിരുന്നത്. കുറച്ച് പെയ്ഡ് വർക്ക് കിട്ടിക്കഴിഞ്ഞ സമയത്തൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നി പെൻസിൽ. അങ്ങനെ നോക്കിക്കൊണ്ട സമയത്താണ് ഈ ഒരു പെൻസിൽ കിട്ടിയതും ഞാനങ്ങനെ ഓർഡർ ചെയ്തു. യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് മലയാളത്തിൽ ഇതിനെ പറ്റിയിട്ട് വലിയ വീഡിയോസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഇട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ എന്തായാലും ഓർഡർ ചെയ്തു. ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് മാത്രം വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഞാനിത് മേടിക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഗ്ലേസിങ് കുറവാണ്. സാധാ പെൻസിലിനെ അപേക്ഷിച്ച് ഗ്ലേസിങ് കുറവാണ്. അതുപോലെ കുറച്ച് ഡാർക്ക് കൂടുതലാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്മഡ്ജ് ചെയ്യാൻ കുറച്ച് പാടാണ്. ചാർക്കോൾ എങ്ങനെയാണ് സ്മഡ്ജ് ചെയ്യുന്നത് അതേപോലെ ഒരു ഡിഫിക്കൽട്ടാണ് ഇതിൽ സ്മഡ്ജ് ചെയ്യാനായിട്ട്. ഓവറോൾ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നോർമൽ പെൻസിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളും വളരെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എക്സ്ട്രാ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കുന്ന ചിത്രത്തിന് കുറച്ചുകൂടെ ഡെപ്ത്ത് നമുക്ക് കിട്ടും. എക്സ്ട്രാ ഡാർക്ക് വേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഡാർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ആകെയുള്ള ഒരു പോരായ്മയെന്ന് പറയുന്നത് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഈ ഒരു പെൻസിലിന് വില വരുന്നത് 800 രൂപയാണ്. ആമസോണിൽ നിന്ന് ഞാൻ ഏകദേശം 750 രൂപയ്ക്കാണ് ഈ ഒരു പെൻസിൽ മേടിച്ചത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പെൻസിലിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു പെൻസിൽ വെർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രാൻഡ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പൈസയ്ക്ക് ഇത് വെർത്താണ്.